Dear students, welcome to Learner's World. In this video, I'm going to talk about a poem analysis, Still I Rise by Maya Angelou, FIUGP AZ English Advanced English Language Skill for Humanities and Other BA program, second semester, Calcutta University. Maya Angelou was an American author, poet, actress, screenwriter, and civil rights activist. Her first autobiographical work, I Know Why the Caged Bird Sings, tells of her life up to the age of 17 and brought her international recognition and acclaim. മായ ആഞ്ചലോ ഒരു അമേരിക്കൻ ഓഥറാണ്, പോയിറ്റാണ്, ആക്ട്രസ്സാണ്, സ്ക്രീൻ റൈറ്ററാണ്, സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റാണ്. അവർ ഓട്ടോബയോഗ്രഫീസിലാണ് അവർ ഫേമസ് ആയിട്ടുള്ളത്. അവരുടെ ഫസ്റ്റ് ഓട്ടോബയോഗ്രഫിക്കൽ വർക്ക് ഐ നോ വൈ ദ കേജ്ഡ് ബേർഡ് സിംഗ്. ഇത് അവരുടെ അറ്റ് ദ ഏജ് ഓഫ് 17 വരെയുള്ള അവരുടെ ലൈഫ് ആണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിനൊരു ഇൻ്റർനാഷണൽ റെക്കഗ്നീഷൻ കിട്ടിയിട്ടുണ്ട്. ദെൻ അബൌട്ട് സ്റ്റിൽ ഐ റൈസ്, published in 1978. It is an emotional poem based on Maya Angelou's experiences as a black woman in America. Still I Rise എന്ന് പറയുന്നത് മായ ആഞ്ചലോയുടെ ഒരു ബ്ലാക്ക് വുമൺ, അമേരിക്കയിലെ ഒരു ബ്ലാക്ക് വുമൺ എന്നുള്ള നിലയിൽ അവരനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ള ഓപ്പറേഷൻ, ഡിസ്ക്രിമിനേഷൻ, ഇതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പോമാണ് സ്റ്റിൽ ഐ റൈസ് എന്ന് പറയുന്നത്. ഇതൊരു ഇമോഷണൽ പോമാണ്. റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ്. ഇറ്റ് ഈസ് എ പവർഫുൾ ആൻഡ് ഇൻസ്പയറിംഗ് പോം ദാറ്റ് സെലിബ്രേറ്റ്സ് ദ സ്ട്രെങ്ത്, റെസിലിയൻസ് ആൻഡ് കറേജ് ഓഫ് ബ്ലാക്ക് വിമൻ ആൻഡ് എൻകറേജസ് ദം ടു സ്റ്റാൻഡ് അപ്പ് ആൻഡ് റൈസ് അബൌവ് ദ ഓപ്പറേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ഇതൊരു പവർഫുൾ ആയിട്ടുള്ള, ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പോമാണ്. ബ്ലാക്ക് വുമൻ്റെ സ്ട്രെങ്ത്, റെസിലിയൻസ്, കറേജ്, ഇതൊക്കെയാണ് ഇതിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇത് ബ്ലാക്ക് വുമനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ഓപ്പറേഷൻ, ഡിസ്ക്രിമിനേഷൻ, അവരൊരു ബ്ലാക്ക് ആയതുകൊണ്ട് അവർ ഒരുപാട് വൈറ്റ് പീപ്പിളിൻ്റെ അടുത്ത് നിന്ന് ഓപ്പറേഷൻ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്, ഡിസ്ക്രിമിനേഷൻ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ മുകളിൽ അവരോട് ഉയർത്തെഴുന്നേൽക്കാൻ ആഹ്വാനം ചെയ്യാണ്, ഇതിലൂടെ എൻകറേജ് ചെയ്യാണ് നമ്മുടെ പോയിറ്റ് മായ ആഞ്ചലോ ചെയ്യുന്നത്. The major themes of the poem are self-empowerment, perseverance and justice. പെർസിവറൻസിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, സോറി. അപ്പോൾ ഈ ഒരു പോയതിൻ്റെ തീമായിട്ട് വരുന്നത് സെൽഫ് എംപവർമെൻ്റ് ആണ്, സ്വയം ശാക്തീകരണം, അതുപോലെ ജസ്റ്റിസ്, പെർസിവറൻസ് തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ്. ദ പോം ബിക്കംസ് എ കൈൻഡ് ഓഫ് ആന്തം, എ ബീക്കൺ ഓഫ് ഹോപ്പ് ഫോർ ദ ഒപ്രസ്ഡ് ആൻഡ് ഡൗൺ ട്രഡൻ. താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ ഓപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷ നൽകുന്ന എ കൈൻഡ് ഓഫ് ആന്തമാണ് ഈ ഒരു സ്റ്റിൽ ഐ റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള പോം. ദ പോം എക്സ്പ്രസ്സസ് ദ റെസിലിയൻസ് ആൻഡ് സെൽഫ് ലവ് ഇൻ ദ ഫേസ് ഓഫ് ഓപ്പറേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ. ഈ ഒരു പോം എക്സ്പ്രസ് ചെയ്യുന്നത് അതായത് ഡിസ്ക്രിമിനേഷൻ, ഓപ്പറേഷൻ ഇതൊക്കെ നേരിടുന്ന ആളുകളുടെ ഒരു റെസിലിയൻസ് ആണ്, ഒരു സെൽഫ് ലവ്, ഒരു സെൽഫ് റെസ്പെക്റ്റ് ആണ്. അതായത് ഇങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷനും ഓപ്പറേഷനൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം, നമ്മളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യണം, നമ്മളെ സെൽഫ് എംപവേർഡ് ചെയ്യണം, സ്വയം ശാക്തീകരണം നൽകണം എന്നൊക്കെയാണ് ഇതിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. A summary of Still I Rise. The speaker starts the poem by stating that the dominant forces attempt to tarnish her reputation with false narratives and oppression. ഈ ഒരു പോം ബിഗിൻ ചെയ്യുന്നത് സ്പീക്കർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. ഡോമിനൻറ്റ് ഫോഴ്സസ്, അതായത് വൈറ്റ് പീപ്പിൾ, അവർ തൻ്റെ റെപ്യൂട്ടേഷൻ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുകയാണ്, ടാർണിഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. വിത്ത് ഫാൾസ് നരറ്റീവ്സ്, അതായത് തെറ്റായിട്ടുള്ള രീതിയിലൂടെ, അതായത് എന്നെക്കുറിച്ച് തെറ്റായിട്ട് നുണക്കഥകൾ ഉണ്ടാക്കി അവർ എൻ്റെ ചരിത്രം എഴുതിയിരിക്കുകയാണ്. ഓപ്പറേഷനിലൂടെ ഒക്കെ എൻ്റെ റെപ്യൂട്ടേഷൻ തകർക്കാൻ ശ്രമിക്കുകയാണ്. ഡെസ്പൈറ്റ് ദിസ് ഷീ അസർട്സ് ദാറ്റ് ഷീ വിൽ റൈസ് ഈവൻ ഇഫ് ഷീ ഈസ് ട്രോഡൻ ഡൗൺ ലൈക്ക് ഡസ്റ്റ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും, ഇങ്ങനെയുള്ള ഓപ്പറേഷൻ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ എന്നെ അവർ കളങ്കപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അതുപോലെ തന്നെ ലൈക്ക് എ ഡസ്റ്റ് ട്രോഡൻ ഡൗൺ, അവരെന്നെ എത്രത്തോളം ചെളിയിൽ ഒപ്രസ് ചെയ്ത് എന്നെ എത്രത്തോളം ചെളിയിൽ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചാലും ഒരു ഡസ്റ്റ് പോലെ, അതായത് ഒരു പൊടി പോലെ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. The speaker questions whether her confidence on board behavior disturbed the dominant forces of the whites. പിന്നീട് സ്പീക്കർ ഈ ഒരു വൈറ്റ് പീപ്പിളിനെ ക്വസ്റ്റ്യൻ ചെയ്യാണ്, അതായത് അവരുടെ കോൺഫിഡൻസ്, ബോൾഡ് ബിഹേവിയർ, ഇതൊക്കെ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ, ഈ ഒരു ഡോമിനൻറ്റ് ഫോഴ്സസിനെ, വൈറ്റ് പീപ്പിളിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഷി ക്വസ്റ്റ്യൻസ് വൈ ദേ ആർ ഗ്രൂമിങ് ഓൺ സീയിങ് ഹർ ആസ് ഷി വാക്സ് സ്റ്റെഡിലി ആസ് ഇഫ് ഷി ഹാസ് അബണ്ടൻറ്റ് റിസോഴ്സസ് ലൈക്ക് ഓയിൽ പമ്പിങ് ഹെർ ലിവിംഗ് റൂം.
പിന്നീട് അവർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്, എന്തുകൊണ്ടാണ് വൈറ്റ് പീപ്പിളിനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഗ്ലൂമി ആയിരിക്കുന്നത്, എന്നെ കാണുന്ന സമയത്ത് നിങ്ങൾ ഗ്ലൂമി ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ഞാൻ സ്റ്റെഡ്ലി വാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ നല്ല സ്ട്രൈറ്റായിട്ട് അഭിമാനത്തോടെ വിത്ത് പ്രൈഡോട് കൂടിയിട്ട് ഞാൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് ഗ്ലൂമി ആയിരിക്കുന്നത്. അതായത് എൻ്റെ കയ്യിൽ അബണ്ടൻ്റ് ആയിട്ടുള്ള റിസോഴ്സസ് ലൈക്ക് ഓയിൽ പമ്പിങ്, എൻ്റെ ലിവിങ് റൂമിൽ ഓയിൽ പമ്പിങ് ഉള്ളതുപോലെയാണല്ലോ നിങ്ങളുടെ ഈ ഒരു ഗ്ലൂമി ഫേസസ്. അതായത് ഈ ഒരു വൈറ്റ് പീപ്പിള് അവരെ ബ്ലാക്കിന് ഒരുപാട് അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടുണ്ട്, ഒപ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുകയാണ് ഇവർ. അപ്പോൾ ഇവരുടെ ഈ ഒരു സക്സസ്സിനെയാണ് ഈ ഒരു ഓയിൽ പമ്പിങ് ഒക്കെ കാണിക്കുന്നത്. ഇവരുടെ ഈ ഒരു സക്സസ് കാണുന്ന സമയത്ത് വൈറ്റ് പീപ്പിൾ ഗ്ലൂമി ഫേസസ് ആയിട്ട് നിൽക്കുകയാണെന്നാണ് പറയുന്നത്. ഷീ സേസ് ദാറ്റ് ലൈക്ക് ദ മൂൺ സൺ ആൻഡ് ടൈഡ് ഷീ വിൽ റൈസ്. പിന്നീട് അവർ പറയാണ്, മൂണിനെ പോലെ സണ്ണിനെ പോലെ ടൈഡിനെ പോലെ ഐ വിൽ റൈസ്, ഞാൻ തീർച്ചയായിട്ടും ഉയർത്തെഴുന്നേൽക്കും. ഷീ എംഫസൈസ് ദ സെർട്ടനിറ്റി ഓഫ് എ കോണ്ടിന്യൂഡ് റൈസ് മച്ച് ലൈക്ക് ഹോപ്സ് ദാറ്റ് പെർസിസ്റ്റ് ഡെസ്പൈറ്റ് ചലഞ്ചസ്. അതുപോലെ അവർ എംഫസൈസ് ചെയ്യണം അവരുടെ ഈ ഒരു കണ്ടിന്യൂഡ് റൈസ്, തുടരെയുള്ള അവരുടെ ഈ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അതൊരു ഹോപ്പാണ്, ഒരു പ്രതീക്ഷയാണ്. അതായത് ഒരുപാട് ചലഞ്ചസ് ലൈഫിൽ ഫേസ് ചെയ്യുന്നവർക്കുള്ള ഒരു പ്രതീക്ഷയാണ്. The speaker asked if others wish to see her broken and defeated with bowed head and lowered eyes. പിന്നീട് സ്പീക്കർ ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണോ, അതായത് ബ്രോക്കൺ ആയിട്ട് പൊട്ടിത്തകർന്ന നിലയിൽ അല്ലെങ്കിൽ ഡിഫീറ്റഡ് ആയിട്ട് പരാജയപ്പെട്ട നിലയിൽ എൻ്റെ തല താഴ്ത്തി എൻ്റെ കണ്ണുകൾ താഴ്ത്തി അങ്ങനെയാണോ നിങ്ങൾ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നത്. ഷീ ക്വസ്റ്റ്യൻഡ് വെദർ ദേ വുഡ് ലൈക്ക് ടു സീ ഹെർ ടിയേഴ്സ് ഫാളിങ് ഡൗൺ ഫ്രം എ വീക്കൻഡ് സോൾ. പിന്നീട് അവർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്, അതായത് എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ഒഴുകുന്നത്, ഒരു വീക്കായിട്ടുള്ള സോളിൽ നിന്ന് കണ്ണുനീര് ഒഴുകുന്നതായിട്ടാണോ അതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, എന്നെ അങ്ങനെ കാണാനാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ദ സ്പീക്കർ അഡ്രസ്സസ് ക്രിറ്റിസിസം ഓഫ് ഹർ പ്രൈഡ് ആൻഡ് കോൺഫിഡൻസ് റീഅഷ്യൂറിംഗ് ദാറ്റ് ഇറ്റ് ഷുഡൻറ്റ് ബി ടേക്കൺ ഹാർഷ്ലി. പിന്നീട് സ്പീക്കർ അഡ്രസ്സ് ചെയ്യാണ് അവരുടെ പ്രൈഡിനെ കുറിച്ചിട്ടുള്ള ക്രിറ്റിസിസം, അതുപോലെ കോൺഫിഡൻസിനെ കുറിച്ചിട്ടുള്ള ക്രിറ്റിസിസം ഒക്കെ അതൊന്നും ഒരിക്കലും തകർക്കാൻ പറ്റുന്ന ഒന്നല്ല. It shouldn't be taken harshly. She laughs as if the richness of gold mines within her own being, which the dominant forces feels difficult to tolerate. പിന്നീട് അവൾ ലോഫ് ചെയ്യുന്നുണ്ട്, അവളുടെ ആ ഒരു റിച്ച്നെസ് ഓഫ് ഗോൾഡ് മൈൻസ്, അവളിലുള്ള ഒരു ഗോൾഡ് മൈൻസിനെ കുറിച്ചിട്ട് ഡോമിനൻറ്റ് ഫോഴ്സസ് ഫീൽ ചെയ്യാണ്. അവളെ തകർക്കുക അല്ലെങ്കിൽ അവളെ ടോളറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൾട്ടാണ്. ദ സ്പീക്കർ അക്നോളജസ് ദ ഹാം ഇൻഫ്ലിക്റ്റഡ് ബൈ അതേഴ്സ് ത്രൂ വേർഡ്സ് ലുക്സ് ആൻഡ് ഹേറ്റഡ്. പിന്നീട് സ്പീക്കർ നമ്മളെ അറിയിക്കുകയാണ് എത്രത്തോളം മറ്റുള്ളവർ വേർഡ്സിലൂടെ, വാക്കുകളിലൂടെ, അതുപോലെ നോട്ടത്തിലൂടെ, വെറുപ്പിലൂടെയൊക്കെ എത്രത്തോളം അവളെ ഹാം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഷീ അസേർട്സ് ഹെർ റെസിലിയൻസ് ലൈക്കനിങ് ഹെർ റൈസ് ടു ദ ഇൻഡിസ്പെൻസിബിൾ ആൻഡ് എവർ പ്രസൻറ്റ് നേച്ചർ ഓഫ് ഹെയർ. പിന്നീട് അവരുടെ റെസിലിയൻസ്, അവരുടെ ചെറുത്തുനിൽപ്പിനെ കുറിച്ചിട്ട് അവർ പറയുന്നുണ്ട്. ദ സ്പീക്കർ ചാലഞ്ചസ് സൊസൈറ്റൽ ഡിസ്കംഫേർട്ട് വിത്ത് ഹെർ സെക്ഷ്വാലിറ്റി ആൻഡ് കോൺഫിഡൻ്റ്ലി എക്സ്പ്രസ് ഹെർ സെൽഫ്. പിന്നീട് സ്പീക്കർ ചലഞ്ച് ചെയ്യുന്നുണ്ട് സൊസൈറ്റൽ ഡിസ്കംഫേർട്ട്, അതായത് അവളുടെ സെക്ഷ്വാലിറ്റിയിൽ ഉള്ള ഒരു സൊസൈറ്റൽ ഡിസ്കംഫേർട്ടിനെ അവൾ ചലഞ്ച് ചെയ്യുന്നുണ്ട്, അവൾ കോൺഫിഡൻ്റ്ലി എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഷീ ക്വസ്റ്റ്യൻസ് വെദർ ദേ ആർ സർപ്രൈസ്ഡ് ആസ് ഷി വാല്യൂസ് ഹെർ സെൽഫ് ആസ് എ ഡയമണ്ട്, പെർട്ടിക്കുലർലി ഇൻ സ്പേസ് ആസ് ഇൻറ്റിമേറ്റ് ആസ് മീറ്റിംഗ് ഓഫ് ഹെർ ടൈസ്. പിന്നീട് അവൾ ക്വസ്റ്റ്യൻ ചെയ്യാണ്, അവൾ വൈറ്റ് പീപ്പിളിനെ സർപ്രൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവളുടെ ആ ഒരു അവളെ തന്നെ അവൾ വാല്യൂ ചെയ്യുന്നുണ്ട്, അതിന് അവളൊരു ഡയമണ്ടായിട്ടാണ് കാണുന്നത്. അവളുടെ ആ ഒരു പെർട്ടിക്കുലർലി പ്രത്യേകിച്ച് അവളുടെ ആ ഒരു സ്പേസ് ആയിട്ടുള്ള തൈസിൻ്റെ ആ ഒരു മീറ്റിംഗ് അവൾ വളരെയധികം വാല്യൂ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതൊരു ഡയമണ്ടായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ദ സ്പീക്കർ അസേർട്സ് ദാറ്റ് ഷീ വിൽ റൈസ് ടു ബോത്ത് ദ ഹിസ്റ്റോറിക്കൽ ഷെയിം ആൻഡ് പെയിൻ അസോസിയേറ്റഡ് വിത്ത് ഐഡൻറ്റിറ്റി. പിന്നീട് സ്പീക്കർ പറയുന്നത് അവളുടെ ഐഡൻറ്റിറ്റിയുമായിട്ട് അവൾ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഷെയിം, പെയിൻ, ഹിസ്റ്റോറിക്കൽ ഷെയിം എന്ന് പറയുന്നുണ്ട്. അതായത് അവൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള അവളുടെ ആ ഒരു ഐഡൻറ്റിറ്റി ആസ് എ ബ്ലാക്ക് എന്നുള്ള നിലയിൽ അവൾ ഒരുപാട് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഓപ്പറേഷൻ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഷെയിം, അതുപോലെ പെയിൻ, ഇതിൽ നിന്നൊക്കെ അവൾ റൈസ് എബോവ്, ഇതിൽ നിന്നൊക്കെ അതിനൊക്കെ മുകളിൽ അവൾ ഉയർത്തെഴുന്നേൽക്കും.
As black ocean, she will rise from the vastness and strength that flows with the tide of history. ഒരു ബ്ലാക്ക് ഓഷ്യനെ പോലെ അവൾ ഷി വിൽ റൈസ്, അവൾ ഉയർത്തെഴുന്നേൽക്കും, അവൾ ഉയർന്നു പോകും. ആ ഒരു ബ്ലാക്ക് ഓഷ്യൻ്റെ വാസ്റ്റ്നെസ്, സ്ട്രെങ്ത്ത് ഇതൊക്കെ പോലെ. അതുപോലെ ഹിസ്റ്ററിയുടെ ആ ഒരു ടൈഡ് ഓഫ് ഹിസ്റ്ററി, അതിനൊക്കെ മുകളിൽ, അതായത് ഹിസ്റ്ററിയിലൊക്കെ അവളെ കുറിച്ചിട്ട് മോശമായിട്ടാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ മുകളിലൂടെ അവൾ ഉയർത്തെഴുന്നേൽക്കും എന്നാണ് പറയുന്നത്. ദ സ്പീക്കർ മൂവ്സ് ബിയോണ്ട് എ ഹിസ്റ്ററി ഓഫ് ഫിയർ ആൻഡ് ഓപ്പറേഷൻ ഇൻ എ ബ്രൈറ്റർ ഫ്യൂച്ചർ. സ്പീക്കർ പിന്നീട് ആ ഒരു ചരിത്രത്തിൻ്റെ ആ ഒരു പേടിയെ, അതുപോലെ ഒപ്രഷനെ, ഇതിൽ നിന്നൊക്കെ അവൾ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറിലേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഷീ സീസ് ഹെർസെൽഫ് ആസ് എ എംബോഡിമെൻറ്റ് ഓഫ് ദ ഡ്രീംസ് ആൻഡ് ഹോപ്സ് ഓഫ് ഹർ ആൻസസ്റ്റേഴ്സ്, എംഫസൈസിങ് ഹർ ട്രിംഫൻറ്റ് റൈസ്. പിന്നീട് അവളെ തന്നെ കാണുന്നത് ഒരു എംബോഡിമെൻറ്റ് ഓഫ് ഡ്രീംസ് ആയിട്ടാണ്, അതുപോലെ ഹോപ്സ് ആയിട്ടാണ്, അവരുടെ ആൻസസ്റ്റേഴ്സിൻ്റെ, അവരുടെ പൂർവികരുടെ ഒരു പ്രതീക്ഷയായിട്ട്, ഒരു സ്വപ്നമായിട്ടാണ് അവളെ കാണുന്നത്. ഷീ കൺക്ലൂഡ്സ് ദ പോം ബൈ റിപ്പീറ്റിംഗ് ഐ റൈസ്, വിച്ച് സെർവ്സ് ആസ് എ പവർഫുൾ അഫർമേഷൻ ഓഫ് എ സ്ട്രെങ്ത് ആൻഡ് റെസിലിയൻസ്. ഈ ഒരു പോം കൺക്ലൂഡ് ചെയ്യുന്നത് ഐ റൈസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഇത് ഒരു പവർഫുൾ അഫർമേഷൻ ആയിട്ടാണ്, അവളുടെ സ്ട്രെങ്ത്തിനെ, റെസിലിയൻസിനെയൊക്കെ കാണിക്കുന്നത്. Okay, let's move on to the line-by-line analysis of the poem Still I Rise by Maya Angelou. You may write me down in history with your bitter, twisted lies. You may trod me in the very dirt, but still like dust I will rise. നിങ്ങളൊരു പക്ഷേ യു എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് വൈറ്റ് പീപ്പിളിനെയാണ്. നിങ്ങളൊരു പക്ഷേ ചരിത്രത്തിൻ്റെ താളുകളിൽ എന്നെക്കുറിച്ചിട്ട് വളരെ മോശമായിട്ട്, വളരെ നുണക്കഥകൾ നിങ്ങൾ എഴുതി വച്ചേക്കാം. നിങ്ങൾ എന്നെ ഒപ്രഷൻ ചെയ്തേക്കാം, അതായത് ഒരുപാട് എന്നെ ചെളിയിൽ ചവിട്ടി താഴ്ത്തിയേക്കാം. പക്ഷേ ലൈക്ക് എ ഡസ്റ്റ്, ഒരു പൊടി പോലെ ഐ വിൽ റൈസ്, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. Does my sassiness upset you? Why are you beset with gloom? 'Cause I walk like I have got oil wells pumping in my living room. നിങ്ങൾ എൻ്റെ സാസിനസ് മീൻസ് എൻ്റെ ഉത്സാഹത്തിൽ നിങ്ങൾ വളരെയധികം അപ്സെറ്റ് ആകുന്നുണ്ടോ? വൈറ്റ് പീപ്പിളിനോടാണ് ചോദിക്കുന്നത്, അവരാണ് ഇവരെ ഒപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ എന്നെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് വളരെ ഗ്ലൂമി ആയിരിക്കുന്നത്? അതായത് അതിനുള്ള കാരണം എൻ്റെ ലിവിങ് റൂമിൽ ഒരു ഓയിൽ വെൽ പമ്പിങ് ഉള്ളത് കൊണ്ടാണോ? ഓയിൽ വെൽ പമ്പിങ് എന്ന് പറയുന്നത് ഒരു റിച്ച്നെസ്സിനെയാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ മായ ആഞ്ചലോ ഒരു ബ്ലാക്കാണ്, അപ്പോൾ അവർ ഒരുപാട് ഒപ്രഷൻ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, ഒരുപാട് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു സക്സസ് കാണുന്ന സമയത്ത് വൈറ്റ് പീപ്പിളിന് ഒരു ഗ്ലൂമി ഫേസ് ആണെന്നാണ് പറയുന്നത്. Just like moons, unlike suns, with the certainty of tides, just like hope springing high, still I rise. മൂണിനെ പോലെ, അതുപോലെ സണ്ണിനെ പോലെ, ടൈഡ്സിനെ പോലെ ഐ വിൽ റൈസ്, സ്റ്റിൽ ഐ വിൽ റൈസ്, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. Did you want to see me broken? Bowed head and lowered eyes, shoulders falling down like teardrops weakened by my soulful cries. നിങ്ങൾ എന്നെ ഒരു തകർന്ന നിലയിൽ കാണാനാണോ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ എൻ്റെ കണ്ണുകളെല്ലാം താഴ്ന്ന്, എൻ്റെ തല താഴ്ന്ന് ഇങ്ങനെ കാണാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതുപോലെ എൻ്റെ ഐ ഡ്രോപ്സ്, എൻ്റെ ടിയർ ഡ്രോപ്സ്, എൻ്റെ കണ്ണുനീര് ഒഴുകി എൻ്റെ ഷോൾഡേഴ്സ് എല്ലാം ഫോളിങ് ഡൗൺ ആയി ആ ഒരു രീതിയിൽ കാണാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഡസ് മൈ ഹോട്ട്നെസ് ഒഫെൻഡ് യു? അതായത് എൻ്റെ ഈ ഒരു സ്മാർട്ട്നെസ്, എൻ്റെ ഈ ഒരു ബോൾഡ്നെസ് നിങ്ങളെ ഒഫെൻഡ് ചെയ്യുന്നുണ്ടോ? നിങ്ങളെ ദേഷ്യപ്പെടുത്തുന്നുണ്ടോ? ഡോണ്ട് യു ടേക്ക് ഇറ്റ് ഓഫുൾ ഹാർഡ്, കോസ് ഐ ലവ് ലൈക്ക് ഐ ഹാവ് ഗോൾഡ് മൈൻസ് ഡിഗിങ് ഇൻ മൈ ഓൺ ബാക്ക് യാർഡ്. അതായത് എൻ്റെ ബാക്ക് യാർഡിൽ ഒരു ഗോൾഡ് മൈൻസ് ഉള്ളതുപോലെയാണ് ഞാൻ വളരെയധികം ബോൾഡായിട്ട്, എൻ്റെ ഈ ഒരു ബോൾഡ് ബിഹേവിയർ നിങ്ങളെ ഒഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? നിങ്ങളെ ദേഷ്യപ്പെടുത്തുന്നുണ്ടോ? എൻ്റെ ഒരു സ്മാർട്ട്നെസ് നിങ്ങളെ ദേഷ്യപ്പെടുത്തുന്നുണ്ടോ? യു മേ ഷൂട്ട് മീ വിത്ത് യുവർ വേർഡ്സ്, യു മേ കട്ട് മീ വിത്ത് യുവർ ഐസ്, യു മേ കിൽ മീ വിത്ത് യുവർ ഹേറ്റ്ഫുൾനെസ്, ബട്ട് സ്റ്റിൽ ലൈക്ക് എയർ ഐ വിൽ റൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് എന്നെ ഷൂട്ട് ചെയ്യാം,
എന്നെ വേദനിപ്പിക്കാം. അതുപോലെ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട്, നിങ്ങളുടെ ആ ഒരു കണ്ണിലുള്ള ആ ഒരു തുറിച്ചുനോട്ടം കൊണ്ട് എന്നെ കട്ട് ചെയ്യാം, അതായത് എന്നെ വേദനിപ്പിക്കാം, എന്നെ ഇല്ലാതാക്കാം. യു മേ കിൽ മീ വിത്ത് യുവർ ഹേറ്റ്ഫുൾനെസ്, നിങ്ങളുടെ വെറുപ്പ് കൊണ്ട് എന്നെ വേദനിപ്പിക്കാം. ബട്ട് സ്റ്റിൽ ലൈക്ക് എയർ ഐ വിൽ റൈസ്, പക്ഷെ ഒരു വായുവിനെ പോലെ ഐ വിൽ റൈസ്, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഡസ് മൈ സെക്സിനെസ് അപ്സെറ്റ് യു? ഡസ് ഇറ്റ് കം ആസ് എ സർപ്രൈസ് ദാറ്റ് ഐ ഡാൻസ് ലൈക്ക് ഐ ഹാവ് ഗോട്ട് ഡയമണ്ട്സ് അറ്റ് ദ മീറ്റിംഗ് ഓഫ് മൈ തൈസ്? എൻ്റെ സെക്സിനെസ് നിങ്ങൾ അപ്സെറ്റ് ചെയ്യുന്നുണ്ടോ? വൈറ്റ് പീപ്പിളിനോടാണ് ചോദിക്കുന്നത്. ഞാൻ വളരെയധികം സർപ്രൈസ്ഡ് ആയിട്ട് ഞാൻ ഡാൻസ് ചെയ്യും. ലൈക്ക് ഐ ഹാവ് ഗോട്ട് ഡയമണ്ട്സ് അറ്റ് ദ മീറ്റിംഗ് ഓഫ് മൈ തൈസ്. എൻ്റെ തൈസ് മീറ്റ് ചെയ്യുന്ന ആ ഒരു പ്ലേസ്, ആ ഒരു സ്പേസിൽ ഡയമണ്ട്സ് ഉള്ളതുപോലെ ഞാൻ വളരെയധികം സർപ്രൈസ്ഡ് ആയിട്ട് ഞാൻ ഡാൻസ് ചെയ്യും. ഔട്ട് ഓഫ് ദ ഹർട്സ് ഓഫ് ഹിസ്റ്ററീസ് ഷെയിം ഐ വിൽ റൈസ്. ഫ്രം എ പാസ്റ്റ് ദാറ്റ്സ് റൂട്ടഡ് ഇൻ പെയിൻ ഐ വിൽ റൈസ്. ഐ ആം എ ബ്ലാക്ക് ഓഷ്യൻ leaping and wide, willing and swelling, I bear in the tide. അതായത് ഹിസ്റ്ററീസ് ഷെയിം, അതായത് ചരിത്രത്തിൽ എന്നെക്കുറിച്ച് എഴുതി വെച്ചിട്ടുള്ള ആ ഒരു നുണകളിൽ നിന്ന് ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ആ ഒരു ഹിസ്റ്ററീസ് ഷെയിമിൽ നിന്ന് ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അതുപോലെ പാസ്റ്റിൽ എന്നെ ഒരു പെയിനിൽ, വേദനയിലാണ് എന്നെ അവിടെ റൂട്ടഡ് ആക്കിയിട്ടുള്ളത്. അതിൽ നിന്ന് ഞാൻ റൈസ് ചെയ്യും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അതുപോലെ ഒരു ബ്ലാക്ക് ഓഷ്യനെ പോലെ വളരെ വൈഡായിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്നാണ് പറയുന്നത്. Leaving behind nights of terror and fear, I rise into a daybreak that's wondrously clear. I rise, bringing the gifts that my ancestors gave. I am the dream and the hope of the slave. I rise, I rise, I rise. രാത്രിയിലെ ടെറർ, ആ ഒരു ഭയപ്പാട്, ഫിയർ, ആ ഒരു പേടി എൻ്റെ പിറകിലാക്കിക്കൊണ്ട് ഐ റൈസ്, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. രാത്രിയുടെ ഫിയർ, ആ ഒരു നൈറ്റിൻ്റെ ഫിയർ എൻ്റെ പിറകിലാക്കി ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അതുപോലെ ആ ഒരു നൈറ്റ്സ് ഓഫ് ടെറർ ആൻഡ് ഫിയർ പിന്നീട് ഒരു ക്ലിയർ ഡേ ബ്രേക്കിലേക്കാണ് വരുന്നത്. അവിടെ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ബ്രിങ്ങിങ് ദ ഗിഫ്റ്റ്സ് ദാറ്റ് മൈ ആൻസിസ്റ്റേഴ്സ് ഗാവ്, അതായത് എൻ്റെ കയ്യിൽ എന്തുണ്ട്, എൻ്റെ ആൻസിസ്റ്റേഴ്സ്, എൻ്റെ പൂർവികർ എനിക്ക് നൽകിയിട്ടുള്ള ഗിഫ്റ്റുകൾ. അവരുടെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഹോപ്പ്, അതായത് എന്നിലുള്ള ഒരു പ്രതീക്ഷ, എൻ്റെ ഡ്രീംസ്, അവരുടെ ഒരു ഡ്രീമാണ് ഞാൻ, അല്ലെങ്കിൽ അവരുടെ ഒരു ഹോപ്പാണ് ഞാൻ. അവരുടെ ആ ഒരു ഗിഫ്റ്റുമായിട്ട് ഐ വിൽ റൈസ്, ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്നാണ് പറയുന്നത്. ഐ ആം ദ ഡ്രീം ആൻഡ് ദ ഹോപ്പ് ഓഫ് ദ സ്ലേവ്. ആ ഒരു അടിമകളുടെ, ആ ഒരു ബ്ലാക്ക് പീപ്പിൾ എന്ന് പറയുന്നത് ഒരു സ്ലേവിനെ പോലെയാണ് വൈറ്റ് പീപ്പിൾ കൺസിഡർ ചെയ്തിരുന്നത്. അവരെ ഒപ്രസ് ചെയ്യുകയും അവരുടെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയൊക്കെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അവരുടെ ഒരു പ്രതീക്ഷയാണ് ഞാൻ, ഒരു ഡ്രീമാണ് ഞാൻ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ ആ ഒരു ഗിഫ്റ്റോട് കൂടിയിട്ട്, അവരുടെ ഗിഫ്റ്റ് എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് ഞാൻ ഐ റൈസ്, ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്നാണ് പറയുന്നത്. താങ്ക് യു.